നമസ്കാരം. എം.ടി. വാസുദേവൻ നായരുടെ ചെറുകഥ വളർത്തുമൃഗങ്ങൾ തുടർന്ന് കേൾക്കാം. മാനേജർ മുതൽ ക്ലൗൺ വരെയുള്ള പലരെയും പ്രീതിപ്പെടുത്തേണ്ടി വരുമെന്നോർത്തപ്പോൾ അവൾ തരിച്ചുപോയി. ജാനമ്മ അറപ്പോടെ തൻ്റെ കൂട്ടുകാരികളെ നോക്കി. അവർക്ക് ആകെ മുങ്ങിയാൽ കുളിരില്ലെന്ന അവസ്ഥയായി കഴിഞ്ഞിരുന്നു. ആണുങ്ങളുമായി തൊട്ടുരുമി നടക്കാനും കൊഞ്ചിക്കുഴയാനും അവർക്ക് മടിയില്ല. അവരോരോരുത്തരുടെയും നോട്ടം ജാനമ്മയുടെ അവജ്ഞയ്ക്ക് മറുപടി കൊടുത്തു. വരട്ടിടി, നിനക്കും വരുന്നു. ജാനമ്മയുടെ ഹൃദയത്തിലും സുന്ദര സ്വപ്നങ്ങളും മൃദുല വികാരങ്ങളും കൂമ്പെടുത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവൾ ചന്ദ്രനെ ഓർത്തു. ബാറിൽ അഭ്യാസങ്ങൾ കാണിച്ചിരുന്ന വെളുത്ത ദൃഢഗാത്രനായ യുവാവ്. അയാൾ പുതുതായി കമ്പനിയിൽ ചേർന്നതായിരുന്നു. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ പലതും അവൾ അയാളിൽ കണ്ടു. ആ കണ്ണുകൾ അവളെ നോക്കുമ്പോൾ വിശപ്പിൻ്റെ തീനാമ്പുകളല്ല അവയിൽ പടരാറുള്ളത്. പിന്നെയോ ഹൃദയത്തിൻ്റെ അടിത്തട്ടോളം ഇറങ്ങിച്ചെല്ലുന്ന എന്തോ ഒന്ന് ആ നോട്ടത്തിലുണ്ടായിരുന്നു. അയാളുടെ നീണ്ട വിരലുകൾ സ്പർശിക്കുമ്പോൾ മാത്രം അവൾ കോരിത്തെറിച്ചിട്ടുണ്ട്. അയാൾ ബാറിൽ കസർത്തുകൾ കാണിക്കുമ്പോൾ അവൾ കർട്ടൻ്റെ വിടവിലൂടെ വിടർന്ന കണ്ണുകളോടെ നോക്കി നിന്നിട്ടുണ്ട്. അവർ പരസ്പരം സ്നേഹിച്ചിരുന്നു. ഏകാന്തതയിലൂടെയുള്ള യാത്രക്കിടയിൽ ഹൃദയമുള്ള ഒരു യുവാവിനെ കൂട്ടുകാരനായി കിട്ടിയതിൽ അവൾ അകമഴിഞ്ഞ് സന്തോഷിച്ചു. പക്ഷേ അതധികകാലം നിന്നില്ല. അതോർക്കുമ്പോൾ ജാനമ്മയുടെ കരളിൽ ഇന്നും വേദന നീറിപ്പിടിക്കുകയാണ്. ഡിസംബർ മാസത്തിലെ ഒരു രാത്രിയിലാണത്. ഉത്തരേന്ത്യയിൽ പര്യടനം കഴിഞ്ഞ് കേരളത്തിൽ തിരിച്ചെത്തിയ ശേഷമുള്ള അവരുടെ ആദ്യത്തെ പ്രദർശനം. രാത്രിയിൽ കളി കഴിഞ്ഞ് താമസ സ്ഥലത്ത് തിരിച്ചെത്തിയപ്പോൾ 2 മണി കഴിഞ്ഞിരുന്നു. ഉടുപ്പ് മാറ്റി കിടക്കാൻ ഭാവിക്കുമ്പോൾ പരിശീലനം നടത്തുന്ന ചെറുപ്പക്കാരന്മാരിൽ ഒരാൾ വന്നു പറഞ്ഞു, ജാനമ്മയെ വിളിക്കണ്. ആര്? മാനേജർ. ജാനമ്മ അമ്പരന്നു. കൂട്ടുകാരികളുടെ മുഖത്തു നോക്കി. ചിരിയും അർത്ഥം വെച്ചുകൊണ്ടുള്ള ചില മൂളലും മാത്രമാണ് അവൾക്ക് കിട്ടിയത്. പുതിയ മാനേജർ വന്നിട്ട് 1 മാസമായിട്ടില്ല. അവൾക്ക് അയാളെ എന്തോ വല്ലാതെ ഭയമായിരുന്നു. അയാളുടെ നോട്ടമായിരുന്നു അതിനു കാരണം. അയാൾ നോക്കുമ്പോൾ ഇറച്ചിയും കൊണ്ട് വേലക്കാർ സമീപിക്കുമ്പോൾ ചിറി നക്കിത്തുടച്ച് നിൽക്കാറുള്ള ഒരു വലിയ വരയൻ നരിയുടെ കണ്ണുകളെയാണ് അവൾക്ക് ഓർമ്മ വരിക. ജാനമ്മ പറഞ്ഞു, ഞാൻ പോവൂല. അവളെക്കാൾ 3 വയസ്സിന് മൂപ്പുള്ള മാധവി പറഞ്ഞു, പോവാതെ ഒക്കൂല. കൂട്ടുകാരികൾ ചിരിച്ചു. ജാനമ്മയെ വിളിക്കാൻ വീണ്ടും ആൾ വന്നു. ഒരുത്തി ഉപദേശിച്ചു, പോയി അന്വേഷിച്ചു വാ ജാനമ്മ. ജാനമ്മ എഴുന്നേറ്റ് നടന്നു. യാന്ത്രികമായിരുന്നു ആ ചലനം. അപ്പോൾ അവളുടെ ഹൃദയത്തിൽ ഒരു കൊടുങ്കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ചന്ദ്രനെ ഒന്ന് കണ്ടെങ്കിൽ അവൾ ആശിച്ചു. മാനേജറുടെ മുറിയുടെ മുൻപിൽ അവൾ ഒരു പ്രതിമ പോലെ നിന്നു. മാനേജർ ഒരു സെറ്റിയിൽ വിശ്രമിക്കുകയായിരുന്നു. സിഗരറ്റിൻ്റെ പുകച്ചുരുളുകളും മദ്യത്തിൻ്റെ രൂക്ഷമായ ഗന്ധവും മുറിയുടെ അന്തരീക്ഷത്തിൽ ചൂഴുന്നുണ്ടായിരുന്നു. ജാനമ്മേ, വാ, ഇങ്ങകത്തു വാ. മദ്യലഹരി ബാധിച്ച വാക്കുകൾ. എന്തിനാ വിളിച്ചത്? അവൾ കിതച്ചുകൊണ്ട് ചോദിച്ചു. അകത്ത് വാ, നിന്നോട് പറയാനുണ്ട്. അവൾ പതുക്കെ അകത്തു കടന്നു. മാനേജർ എഴുന്നേറ്റ് വാതിലടച്ചു. ഞാൻ പോണു. വാതിൽ തുറക്കൂ. വരട്ടെ ജാനമ്മ, നീയാണ് മിടുക്കത്തി. എനിക്ക് നിന്നെയാണ് ഇഷ്ടം. അയാളുടെ കരങ്ങൾ സർപ്പങ്ങളെപ്പോലെ അവളുടെ ശരീരത്തിലേക്ക് നീളുകയാണ്. ജാനമ്മ ഒഴിഞ്ഞു മാറാൻ വേണ്ടി പിടഞ്ഞു. അവസാനം രക്ഷയില്ലെന്ന് തോന്നിയപ്പോൾ അവൾ ഉച്ചത്തിൽ നിലവിളിക്കുക തന്നെ ചെയ്തു. അയാളുടെ പിടുത്തം വിട്ടു. എന്നിട്ട് അയാൾ പകയോടെ ഒന്ന് നോക്കി. ചുവന്നു മറിഞ്ഞ അയാളുടെ കണ്ണുകളിൽ തീനാളങ്ങളായിരുന്നു മിന്നിയിരുന്നത്. എടി, മുൻപൊരു പെണ്ണ്. അടഞ്ഞ വാതിൽക്കൽ ഒരു ചവിട്ട്. അയാൾ പെട്ടെന്ന് നിർത്തി. പകയോടെ ജാനമ്മയെ ഒന്നുകൂടി നോക്കി. അയാൾ വാതിൽ തുറന്നു. ചന്ദ്രൻ. ജാനമ്മ ഒരണ്ണാൻ കുഞ്ഞിനെ പോലെ ഒരു മൂലയിൽ ചൂളിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ചന്ദ്രനെ കണ്ടപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു. നിനക്കെന്താ കാര്യം? നീ പോടാ. മാനേജർ കയർത്തു. സാർ, ഇത് കുറേ കടന്നുപോയി. ഇതെൻ്റെ കാര്യം. യു ഗെറ്റ് ഔട്ട്. അരിശവും ആവേശവും കൊണ്ട് വിറയ്ക്കുന്ന ആ യുവാവ് നോക്കി നിൽക്കെ തന്നെ ആ വാതിൽ പൊടുന്നനെ അടഞ്ഞു. നീറിപ്പിടയ്ക്കുന്ന ഓർമ്മകൾ. അതിൻ്റെ പിറ്റേ ദിവസമാണ് ചന്ദ്രൻ കമ്പനി വിട്ടത്. അവളിപ്പോൾ എവിടെയാണ്? ജാനമ്മ പിറ്റേന്ന് പകൽ മുഴുവൻ കരഞ്ഞു. അവൾക്ക് ദേഷ്യവും വ്യസനവുമെല്ലാം മാറി മാറി അനുഭവപ്പെട്ടു. രാത്രിയിൽ സർക്കസ് ടെൻറ്റിന് തീ കൊടുത്താൽ എന്താണെന്ന് കൂടി അവൾ ആലോചിച്ചു. സിംഹങ്ങളെയും നരികളെയുമെല്ലാം കൂട് തുറന്നുവിട്ടാലോ? നശിക്കട്ടെ, എല്ലാവരും നശിക്കട്ടെ, കൂട്ടത്തിൽ അവളും നശിക്കണം. പക്ഷേ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് നിശബ്ദം ഇരിക്കുക മാത്രമാണ് അവൾ ചെയ്തത്. അവളെ സമാശ്വസിപ്പിക്കാൻ ലക്ഷ്മി മാത്രമുണ്ടായിരുന്നു.
വൈകുന്നേരമായപ്പോൾ കണ്ണുകൾ തുടച്ച് മുഖം കഴുകി പൗഡർ ഇടാൻ തന്നെ അവൾ നിർബന്ധിതയായി. ഓ, അതിൽ പിന്നെ കൈപ്പേറിയ അനുഭവങ്ങൾ എത്രയെത്ര അവൾ സഹിച്ചിട്ടുണ്ട്. അവളുടെ സ്ത്രീത്വം മരവിച്ചു പോയെന്ന് അവൾക്കറിയാം. കളി കഴിഞ്ഞു തിരിച്ചെത്തിയാൽ ജാനമ്മയ്ക്ക് ഇന്ന് സ്വൈരമായി കിടന്നുറങ്ങാം. കാരണമുണ്ട്, അവളുടെ യുവത്വത്തിൻ്റെ തിളക്കം അവസാനിച്ചിരിക്കുകയാണ്. പ്രായത്തിൽ കവിഞ്ഞ മാറ്റം അവളിൽ വന്നു ചേർന്നിട്ടുണ്ട്. അവളുടെ കണ്ണുകളിലെ പ്രകാശവും കവിളിണയിലെ ചുവപ്പും അസ്തമിച്ചിരിക്കുകയാണ്. അവളെ വിളിക്കാൻ ആരും വരാറില്ല. യുവത്വത്തിൻ്റെ മലർമുട്ടുകൾ കമ്പനിയിൽ പുതുതായി വിടർന്നിട്ടുണ്ടായിരുന്നു. ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ജാനമ്മ പരിശ്രമിക്കാറുണ്ട്. മുൻപിൽ ശൂന്യമായ ഒരു മരുപ്പരപ്പാണ് പരന്നുകിടക്കുന്നതെന്ന് അവൾക്കറിയാം. സ്ത്രീത്വത്തിൻ്റേതായ എല്ലാ അഭിലാഷങ്ങളും അവൾക്കുമുണ്ടായിട്ടുണ്ട്. പ്രേമം വഴിയുന്ന ഒരു പുരുഷ ഹൃദയത്തിൻ്റെ തുടിപ്പു കേൾക്കാൻ അവളുടെ കരളും ഒരു കാലത്ത് വെമ്പിയിരുന്നു. സുഖകരമായ ദാമ്പത്യം അനുഭവിക്കുന്ന ഒരു ഭാര്യയുടെ ജീവിതത്തെക്കുറിച്ച് അവൾക്കും സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഒരു കൊച്ചുകുഞ്ഞിൻ്റെ ചെഞ്ചുണ്ടുകൾ അമ്മേ എന്ന് വിളിക്കുമ്പോൾ പുളകമണിയുവാൻ അവളിൽ ഒളിഞ്ഞുകിടക്കുന്ന മാതൃത്വം അഭിലഷിച്ചിട്ടുണ്ട്. അവളുടെ കിനാവുകളെല്ലാം കരിഞ്ഞുണങ്ങി നിൽക്കുകയാണ്. ജാനമ്മ സർക്കസ് കാണാൻ വരുന്ന സ്ത്രീകളെ ചിലപ്പോൾ നോക്കി നിൽക്കാറുണ്ട്. അവരെക്കുറിച്ച് അവൾ അറിയാതെ തന്നെ ചിന്തിച്ചു പോയിട്ടുണ്ട്. അവരിൽ എന്തെല്ലാം തരക്കാരുണ്ടായിരിക്കും? കാമുകിമാർ, ഭാര്യമാർ, ഗൃഹനായികമാർ, അവിവാഹിതകൾ എല്ലാം. എല്ലാവർക്കും ജീവിതത്തിൽ ചില ഉദ്ദേശ്യങ്ങളുണ്ട്. ഒരു വളർത്തുമൃഗമായി ഇങ്ങനെ എത്ര നാൾ ജീവിക്കുമെന്ന് ജാനമ്മ ആലോചിക്കാറുണ്ട്. ജാനമ്മ സാവധാനത്തിൽ ഒന്ന് തിരിഞ്ഞു കിടന്നു. ഉറക്കം വരുന്നില്ല. നേരം പുലരാറായിരിക്കുമോ? ആകാശത്തിൻ്റെ നീലിമ മങ്ങി വിളറിയിരിക്കുകയാണ്. ദൂരെ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്ന പള്ളിയുടെ കുംഭഗോപുരം അവ്യക്തമായി കാണാമായിരുന്നു. അതിൻ്റെ നെറുകയിൽ നിന്നുകൊണ്ട് ഒരൊറ്റപ്പെട്ട നക്ഷത്രം അവളെ നോക്കിച്ചിരിക്കുന്നു. ഒരു വിളറിയ ചിരി. അവൾ കണ്ണടച്ചു. 3 ആഴ്ചയ്ക്ക് ശേഷം ജാനമ്മയുടെ ബാൻഡേജ് അഴിച്ചു. കൈത്തണ്ടയുടെ വളവ് തികച്ചും നികന്നിട്ടില്ല. കൈ താഴ്ത്തിയിടാൻ പ്രയാസമാണ്. ഡോക്ടർ പറഞ്ഞു. പേടിക്കേണ്ട, നിവർത്താനൊക്കെ ആയിക്കൊള്ളും. സാവധാനത്തിൽ. പക്ഷേ അവൾ ആശങ്കയോടെ ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി. അയാൾ ഒരു തമാശയെന്നോണം പറഞ്ഞു. ഇനി കസർത്തൊന്നും കാട്ടാൻ പറ്റില്ല. മാനേജർ സമീപത്തുണ്ടായിരുന്നു. അയാൾ സംശയം തീർക്കാൻ വേണ്ടി ചോദിച്ചു. കഴിയൂലേ ഡോക്ടർ? കഴിയില്ല. ഈ കരിയർ നിർത്തുക തന്നെ വേണം. മാനേജർ ചുണ്ടുകടിച്ച് നെറ്റി തടവിക്കൊണ്ട് ഒരു നിമിഷം എന്തോ ആലോചിച്ചു. ജാനമ്മയുടെ കൈ മുറിഞ്ഞത് കമ്പനിക്കൊരു നഷ്ടമായി. അവൾ നല്ലൊരു കളിക്കാരിയായിരുന്നു. വാസ്തവം തന്നെ. പക്ഷേ ഇപ്പോൾ അവൾ കമ്പനിക്കൊരു ഭാരമായി തീർന്നിട്ടുണ്ടെന്നും അയാൾ ഓർത്തു. അവിടുത്തെ കളി അവസാനിച്ചു. അടുത്ത ദിവസം കാലത്ത് അവർ സ്ഥലം വിടുകയാണ്. ടെൻ്റ് അഴിച്ചു കഴിഞ്ഞു. രാത്രിയിൽ തന്നെ സാധനങ്ങൾ കൊണ്ടുപോകാൻ തുടങ്ങിക്കഴിഞ്ഞു. അടുത്ത കളി നിശ്ചയിച്ചിരിക്കുന്നത് അവിടെ നിന്ന് 60 നാഴിക ദൂരെയുള്ള ഒരു നഗരത്തിലാണ്. വനജയാണ് ആ വാർത്ത അവരുടെ ഇടയിൽ കൊണ്ടുവന്നത്. ജാനമ്മയെ എന്താണ് ചെയ്യേണ്ടതെന്ന് മാനേജർ ആലോചിക്കുകയാണത്രേ. തലേ ദിവസം രാത്രിയിൽ അവൾ മാനേജറുടെ മുറിയിലായിരുന്നപ്പോൾ കിട്ടിയ വാർത്തയാണത്. അവർ മാനേജറുടെ ഉദ്ദേശത്തെപ്പറ്റി പല ഊഹങ്ങളും കൊണ്ടുവന്നു. ജാനമ്മ ആ സംഭാഷണത്തിൽ പങ്കുചേർന്നില്ല. ജനാലയുടെ ഇരുമ്പഴിയും പിടിച്ചുകൊണ്ട് വിദൂരതയിലേക്ക് കണ്ണുകൾ അയച്ച് അവൾ അങ്ങനെ നിന്നു. ഹൃദയത്തിൽ എന്തോ കനം തൂങ്ങുന്നത് പോലെ. ജാനമ്മയെ വിളിക്കാൻ വേലക്കാരൻ വന്നു. അവൾ മാനേജറുടെ അടുത്തേക്ക് പോയി. അവൾക്കിപ്പോൾ മാനേജറെ സന്ദർശിക്കാൻ ഭയമില്ല. നഷ്ടപ്പെടാൻ ഇനി തനിക്കൊന്നുമില്ലെന്ന് ജാനമ്മയ്ക്കറിയാമായിരുന്നു. മാനേജർ കട്ടിലിൽ ചുമരും ചാരിക്കൊണ്ട് ചാഞ്ഞിരിക്കുകയാണ്. അയാൾ മര്യാദയുടെ പേരിൽ ഒന്ന് ചിരിച്ചു. ജാനമ്മേ, കൈ എങ്ങനെ? ഒക്കെ ഭേദമായി. പൈജാമയിൽ വീണ സിഗരറ്റിൻ്റെ ചാരം തട്ടിക്കൊണ്ട് അയാൾ ചോദിച്ചു. പിന്നെ ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? അവൾ നിർവികാരിയായി അയാളുടെ മുഖത്ത് നോക്കി. ജാനമ്മയ്ക്കിനി വേലയെടുക്കാൻ കഴിയില്ല എന്ന്. ജാനമ്മ കേട്ടില്ലേ? ഉവ്വ്. ആ വാക്കിന് വല്ലാത്ത കനമുണ്ടായിരുന്നു. കമ്പനി ആകെപ്പാടെ കുറേ ബുദ്ധിമുട്ടിലാണ്. മൃഗങ്ങളൊക്കെ മോശമായിരിക്കുന്നു. സിംഹങ്ങളിലൊന്ന് ചാവാറായിരിക്കുന്നു. പണത്തിൻ്റെ കാര്യം വലിയ വിഷമം. എല്ലാം കൂടി നോക്കുമ്പോൾ കുറച്ചാളെ പിരിക്കണം എന്നാ. അയാൾ പിന്നെയും എന്തൊക്കെയോ പറഞ്ഞു. അവൾ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. കമ്പനിയിൽ നിൽക്കുന്നതിന് വിരോധമില്ല എന്നുവെച്ചാൽ പണ്ടത്തെ പോലെ. അതിൻ്റെ അർത്ഥം ജാനമ്മയ്ക്കറിയാം. ലക്ഷ്മിയെപ്പോലെ മറ്റുള്ളവർക്ക് പരിചര്യകൾ ചെയ്ത് കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക. എന്തു പറയുന്നു ജാനമ്മ? ഞാൻ പോകുന്നു. അതവളുടെ സ്വന്തം ശബ്ദമാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. അപ്പോൾ അവളുടെ അന്ധകരണത്തിൽ നിന്ന് മറ്റൊരു ചോദ്യം ഉയരുന്നതുപോലെ തോന്നി. എങ്ങോട്ട്?
ജാനമ്മ ഞെട്ടിപ്പോയി. സർക്കസ് ടെന്റിന് പുറത്തുള്ള വിസ്തൃതമായ പ്രപഞ്ചം. ശക്തിയേറ്റ കൈത്തണ്ടയുമായി വരുന്ന സർക്കസുകാരിയെ സ്വീകരിക്കാൻ തയ്യാറുണ്ടാവുമോ? അവൾ ചിന്തിച്ചു. ഒരു നിമിഷം. മാനേജർ വിജയഭാവത്തിൽ മന്ദഹസിച്ചു. കാര്യം തുറന്നു പറയാതെ കഴിഞ്ഞല്ലോ. അയാൾ മേശ തുറന്ന് പേഴ്സെടുത്ത് 5-10 രൂപ നോട്ടുകൾ എണ്ണിയെടുത്തു. മാനേജറുടെ ദയാബുദ്ധി നീട്ടിയ ആ കടലാസ തുണ്ടുകളെ തുറച്ചു നോക്കിക്കൊണ്ട് ജാനമ്മ ഒരു ശിലാപ്രതിമ പോലെ നിന്നു. എം ടിയുടെ കഥ വളർത്തുമൃഗങ്ങൾ അവസാനിക്കുന്നു.